തകരുന്ന സമാധാന കരാറുകളും ഇസ്രായേലിന്റെ ധാർഷ്ട്യവും. പശ്ചിമേഷ്യയെ ചതിക്കുന്ന അമേരിക്കൻ നയം. പശ്ചിമേഷ്യയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾക്ക് മേൽ വീണ്ടും കരിനിഴൽ വീഴ്ത്തിക്കൊണ്ടാണ് ഇസ്രായേൽ ഹിസ്ബുല്ല വെടിനിർത്തൽ കരാർ ലംഘിക്കപ്പെട്ടിരിക്കുന്നത്. കരാർ പ്രാബല്യത്തിൽ വന്ന മണിക്കൂറുകൾക്കകം തെക്കൻ ലെബനാനിലെ നബാദിയ മേഖലയിൽ ഇസ്രായേൽ നടത്തിയ കടുത്ത വ്യോമാക്രമണങ്ങളും ഡ്രോൺ ആക്രമണങ്ങളും 5 സാധാരണക്കാരുടെ ജീവനാണ് കവർന്നത്. അന്താരാഷ്ട്ര നിയമങ്ങളെയും നയതന്ത്ര കരാറുകളെയും പുല്ലുവില കൽപ്പിച്ചു തള്ളുന്ന ഇസ്രായേലിന്റെ പരസ്യമായ ധാർഷ്ട്യവും അതിന് പരോക്ഷമായി കുടപിടിക്കുന്ന അമേരിക്കയുടെ ഇരട്ടത്താപ്പുമാണ് ഈ ചോരപ്പുഴയ്ക്ക് പിന്നിൽ വീണ്ടും വെളിവാകുന്നത്. ഏത് സമാധാന കരാർ ഒപ്പിട്ടാലും സ്വന്തം സൈനിക അജണ്ടകളുമായി മുന്നോട്ടു പോകുമെന്ന ഇസ്രായേലിന്റെ അഹങ്കാരമാണ് ലെബനാനിൽ കണ്ടത്. അമേരിക്കയുടെയും ഇറാന്റെയും മധ്യസ്ഥതയിൽ രൂപീകരിച്ച 14 ധാരണാപത്രം നിലവിൽ വന്ന മണിക്കൂറുകൾക്കകം ആക്രമണം അഴിച്ചുവിട്ടതിലൂടെ തങ്ങൾ ഒരു അന്താരാഷ്ട്ര വ്യവസ്ഥകൾക്കും വിധേയരല്ലെന്ന് ഇസ്രായേൽ ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നു. യുദ്ധവിമാനങ്ങളും പീരങ്കികളും ഉപയോഗിച്ച് ജനവാസ മേഖലകളെ ലക്ഷ്യമിടുന്നതിലൂടെ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ പുതിയ അധ്യായങ്ങളാണ് അവർ എഴുതി ചേർക്കുന്നത്. ഈ പ്രതിസന്ധിയിൽ ഏറ്റവും കൂടുതൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നത് അമേരിക്കയാണ്. ഒരു വശത്ത് പശ്ചിമേഷ്യൻ സമാധാനം സ്ഥാപിക്കാൻ സ്വിറ്റ്സർലൻഡിൽ ഇറാനുമായി ചർച്ച നടത്തുകയും ഇസ്രായേലിന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്ന് അവകാശപ്പെടുകയും ചെയ്യുന്ന അമേരിക്ക, മറുവശത്ത് ഇസ്രായേലിന്റെ ക്രൂരതകൾക്ക് ആയുധവും രാഷ്ട്രീയ പ്രതിരോധവും തീർക്കുകയാണ്. ഇസ്രായേൽ പരസ്യമായി വെടിനിർത്തൽ ലംഘിക്കുമ്പോഴും അവർക്കെതിരെ ശക്തമായ ഉപരോധങ്ങളോ നടപടികളോ എടുക്കാൻ അമേരിക്ക തയ്യാറാകുന്നില്ല. ഈ നിശബ്ദതയും പരോക്ഷ പിന്തുണയുമാണ് കൂടുതൽ ആക്രമണങ്ങൾ നടത്താൻ ഇസ്രായേലിന് ധൈര്യം നൽകുന്നത്. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നടത്തുന്ന ഈ രാഷ്ട്രീയ നാടകം പശ്ചിമേഷ്യയിലെ സമാധാന ചർച്ചകളെ പൂർണ്ണമായും അർത്ഥശൂന്യമാക്കുകയാണ്. ഇസ്രായേലിന്റെ സൈനിക ധാർഷ്ട്യവും അമേരിക്കയുടെ അന്ധമായ പിന്തുണയും പശ്ചിമേഷ്യയെ ഒരിക്കലും അവസാനിക്കാത്ത ഒരു യുദ്ധക്കളമാക്കി മാറ്റുകയാണ്. ലെബനാനിലെ വെടിനിർത്തൽ ലംഘനം കേവലം ഒരു പ്രാദേശിക സംഘർഷമല്ല, മറിച്ച് ആഗോള നയതന്ത്ര വ്യവസ്ഥിതിയുടെ പരാജയമാണ്. അമേരിക്ക തങ്ങളുടെ ഇരട്ടത്താപ്പ് നയം അവസാനിപ്പിക്കുകയും ഇസ്രായേലിനെ നിലയ്ക്ക് നിർത്താൻ തയ്യാറാവുകയും ചെയ്യാത്ത പക്ഷം പശ്ചിമേഷ്യയിലെ സമാധാനം എന്നത് വെറും ഒരു നടക്കാത്ത സ്വപ്നമായി അവശേഷിക്കും. ജനങ്ങളുടെ ചോര വീഴ്ത്തിക്കൊണ്ടുള്ള ഈ സാമ്രാജ്യത്വ താൽപ്പര്യങ്ങൾ അന്താരാഷ്ട്ര സമൂഹത്തിന് മുന്നിൽ വിചാരണ ചെയ്യപ്പെടേണ്ടതുണ്ട്.